ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രമുഖ സ്വഹാബികൾ, അതായത് അശറത്തുൽ മുബശ്ശിറ. ഈ പരമ്പരയിലെ ആദ്യത്തെ ഭാഗം നമ്മൾ സമർപ്പിക്കുന്നത് പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ഇസ്ലാമിലെ 1-ാം ഖലീഫയും സത്യസന്ധതയുടെ പ്രതീകവുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിനാണ്. ജനനം മുതൽ മരണം വരെ ഒരു നിഴല് പോലെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന ആ മഹാന്റെ ചരിത്രം ഒന്നും വിട്ടുപോകാതെ നമുക്ക് ഈ സീരീസിലൂടെ മനസ്സിലാക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു ശേഷം ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ് മക്കയിലാണ്. ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖമായ ബനു തൈം കുടുംബത്തിലെ ഉസ്മാൻ, സൽമ എന്നിവരുടെ മകനായി അദ്ദേഹം ജനിച്ചു. അബ്ദുള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇസ്ലാം വരുന്നതിനു മുൻപേ മക്കക്കാർക്കിടയിൽ അദ്ദേഹം ഒരു മാന്യനായിരുന്നു. കള്ളു കുടിക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല. വസ്ത്രവ്യാപാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിനു മുൻപേ അദ്ദേഹം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. ആഴത്തിലുള്ള ബന്ധമാണ് പിന്നീട് ചരിത്രമായി മാറിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ അത് സ്വീകരിച്ച ആദ്യത്തെ പുരുഷനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. തൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഉസ്മാൻ, തൽഹാൻ എന്നിവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കയിലെ മണലാരണ്യത്തിൽ ക്രൂരമായി പീഡനങ്ങൾ അനുഭവിച്ച ബിലാൽ എന്നിവരെ പോലെയുള്ള അടിമകളെ സ്വന്തം പണം നൽകി അദ്ദേഹം മോചിപ്പിച്ചു. മക്കയിലെ ശത്രുക്കൾ മുസ്ലിങ്ങളെ വേട്ടയാടിയപ്പോൾ ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ കഅബയുടെ അടുത്ത് വെച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് പ്രവാചകൻ സുഖമായിരിക്കുന്നുവോ എന്നായിരുന്നു. തൻ്റെ ജീവനേക്കാൾ കൂടുതൽ അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ മുസ്ലിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഉത്തരവിനായി കാത്തുനിന്നു. അവസാനം അനുവാദം ലഭിച്ചപ്പോൾ കൂട്ടിനായി തിരഞ്ഞെടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ശത്രുക്കൾ വീട് വളഞ്ഞ രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം യാത്ര തിരിച്ചു. തൻ്റെ സമ്പാദ്യമെല്ലാം ആ യാത്രയ്ക്കായി അദ്ദേഹം കരുതിയിരുന്നു. ശത്രുക്കൾ പിന്തുടരുമെന്ന് ഉറപ്പായപ്പോൾ അവർ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഗുഹയിൽ കയറുന്നതിനു മുൻപ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അകത്ത് കയറി പാമ്പുകളോ മറ്റു ജീവികളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വിള്ളലുകൾ തൻ്റെ വസ്ത്രം കീറി അടക്കുകയും ചെയ്തു. ശത്രുക്കൾ ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചു. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ സംഭവം ഖുർആനിൽ ശാശ്വതീകരിക്കപ്പെട്ടു. മദീനയിലെത്തിയ ശേഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലം കൈയായി അദ്ദേഹം നിലകൊണ്ടു. പള്ളി പണിയാനുള്ള സ്ഥലം വാങ്ങാൻ പണം നൽകിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. യുദ്ധക്കളത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാവൽ നിൽക്കാൻ അബൂബക്കർ ആണ് നിയോഗിക്കപ്പെട്ടത്. സ്വന്തം മകൻ അബ്ദുറഹ്മാൻ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലുള്ള സകല സമ്പാദ്യവും അദ്ദേഹം കൊണ്ടുവന്നു നൽകി. മക്കൾക്ക് വേണ്ടി എന്ത് കരുതി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങിയത്. സഹാബികൾ ആകെ തകർന്നുപോയി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കരുത്തൻ പോലും അത് വിശ്വസിക്കാനാവാതെ വാളൂരി നിന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ വാക്കുകളാണ് മുസ്ലിം ഉമ്മത്തിനെ വീണ്ടും ഒരുമിപ്പിച്ചത്. വെറും 2 വർഷവും 3 മാസവും മാത്രമേ അദ്ദേഹം ഭരിച്ചുള്ളൂ എങ്കിലും ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാലമായിരുന്നു അത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം സക്കാത്ത് നൽകിയില്ലെന്ന് പറഞ്ഞവരെയും മതം മാറിപ്പോയവരെയും അദ്ദേഹം നേരിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഒട്ടകത്തിന്റെ കെട്ടുകയറാണ് നൽകിയിരുന്നതെങ്കിൽ പോലും അത് നൽകാത്തവരോട് ഞാൻ യുദ്ധം ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ രക്തസാക്ഷികളായപ്പോൾ ഭാവി തലമുറയ്ക്കായി ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കാൻ അദ്ദേഹം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. ഹിജ്റ വർഷം 13 അദ്ദേഹം രോഗബാധിതനായി. തൻ്റെ മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. 63-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരവും വിശുദ്ധവുമായ ജീവിതം നമ്മൾ ഇവിടെ ചുരുക്കമായി മനസ്സിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണലായി ജീവിച്ച ആ ചരിത്രം നമ്മുടെ ഈമാൻ വർദ്ധിക്കട്ടെ. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളുടെ ഈ ചരിത്ര പരമ്പരയിൽ 2ാം ഭാഗവുമായി നമ്മൾ ഉടനെ എത്തുന്നതാണ്. അടുത്ത ഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നീതിയുടെ പ്രതീകമായ പിശാച് പോലും ഭയപ്പെട്ടിരുന്ന ഇസ്ലാമിലെ 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.